ഇന്ന് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെയും ബാറ്റർ ഉപയോഗിച്ചായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടോ ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലും നമ്മൾ ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു 2 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു വലിയ സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ ഉരുളങ്ങയും കൂടി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ കയ്യിലേറ്റ് രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കൊത്തുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. കൊത്തുമുളക് നമ്മുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ അപ്പം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത ബാറ്ററിൽ നിന്ന് ഒരു കയ്യിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ദോശക്കൊക്കെ ചുറ്റിച്ചെടുക്കുന്ന പോലെ ആ രീതിയിൽ പരത്തി കൊടുക്കണ്ട. ജസ്റ്റ് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ 2 സൈഡും നല്ലൊരു കളർ ആവണ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചൊന്നും വെക്കണ്ട, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. അടിവശം ചെറുതായിട്ടൊന്ന് കളർ മാറി കുക്കായി വന്നാൽ നമുക്കിതിൻ്റെ മുകളിൽ ഒരല്പം നെയ്യ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇത് പുതിന ചട്നിയുടെ അതുപോലെ നാളികേര ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചട്നി ഇല്ലാണ്ട് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇഡ്ഡലിയും ദോശയുടെയൊക്കെ മാവ് റെഡിയാക്കുമ്പോൾ ഒരു തവണ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്